Hi friends, once again, welcome back to JM Journey. Retro, the one and only സൂര്യ നടിപ്പിൻ നായകൻ. കാർത്തിക് സുബ്രാജ് കൂടെ വരുന്ന സമയത്ത് ഈ സിനിമയിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് വൻ ഹൈ ആണ്. എന്നാലും ഇന്ന രീതിയിലായിരിക്കും ഇങ്ങനെയൊന്നുമില്ല. കാരണം അൽഫോൺസ് പുത്രന്റെ ഒരു എഡിറ്റ് ട്രെയിലറിൽ വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് പുള്ളി എഡിറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു സംഭവമുണ്ട്, അറ്റ്ലീസ്റ്റ് ഫോർ മീ, ഞാൻ വിചാരിച്ചിരുന്ന ഒരു സംഭവമുണ്ട്. അതിനെ തിരുത്തി എഴുതി കുറിക്കുന്ന രീതിയിലാണ് സംഗതി വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ കാർത്തിക് സുബ്രാജ് മൂവി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ജിഗർ ദണ്ഡയെ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് പരിപാടി ഉണ്ടല്ലോ. അതായത് പണ്ട് എന്റെ സുഹൃത്ത് ഫാസിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് പറഞ്ഞു, പഴയ സിനിമകൾ പുതിയ രീതിയിൽ എടുക്കുന്ന ആളാണ് എന്നുള്ളത്. അല്ലല്ല, അത് പറഞ്ഞത് ആരായിരുന്നു? എന്തിലാവട്ടെ, ഓർമ്മയില്ല. ഇനിയിപ്പോ റഫത്ത് ബ്രോ ആണോന്നും അറിയില്ല. എന്തായാലും പഴയ സിനിമകൾ പുതിയ രീതിയിൽ എടുക്കുന്ന ആളാണ് കാർത്തിക് സുബ്രാജ് എന്ന രീതിയിൽ സംസാരം വന്നു. അപ്പൊ നമുക്ക് അത് ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. പഴയ രീതിയിലുള്ള ഒരു സ്ഥലങ്ങൾ, അല്ലെങ്കിൽ 1980-കളിൽ നടക്കുന്ന കഥകൾ, അത് ഇന്നത്തെ രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാം. അപ്പൊ അത് ആ ക്യാമറയിലും ഫ്രെയിമിലും അതിന്റെ എഡിറ്റിലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. എഡിറ്റ് ചെയ്യുന്ന വേറെ ആളാണെങ്കിൽ പോലും കാർത്തിക് സുബ്രാജ്, അദ്ദേഹത്തിന്റെ ഒരു വിഷൻ അതിലുണ്ടാവുമല്ലോ. എന്തിനാവട്ടെ, ഇപ്പൊ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് അതിന്റെ ഒരു സോങ് വന്നിട്ടുണ്ട്, ഹാല എന്ന് പറഞ്ഞ സോങ്. ആക്ച്വലി ഇതൊരു ഗ്ലിംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കാരണം ഡയലോഗും കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ്. 1 minute 19 സെക്കൻഡ് ആയത് ദൈർഘ്യം. ആൻഡ് ബുക്കിംഗ് ഓപ്പൺ നൗ എന്ന് പറഞ്ഞിട്ടാണ് ഇവരിത് പുറത്തുവിട്ടിട്ടുള്ളത്. ഗ്രാബ് യുവർ ടിക്കറ്റ്സ് നൗ. റെഡി അല്ല, 1 minute നമുക്ക് കണ്ടോക്കാം അല്ലേ. ഓക്കെ, റെഡി. ഫുൾ സൗണ്ട് കേട്ടോ. The one Surya. കിട്ടുന്ന സാധനം. പൂജ ഹെഗ്. ഏതാണ് നൃത്തമൊക്കെ. സൗണ്ടിങ് ഒരു രക്ഷയില്ല. വെൽക്കം വെൽക്കം വെൽക്കം. 10 നിമിഷത്തില് മാൻകറി ബിരിയാണി റെഡി. അതുവരേക്കും ഒരു ഷോ ഓട്ടിയാ. ഷോട്ടില്ല മോടെ. ഓട്ട ഓട്ട. ഷോട്ടിലാണ് ചോദിക്കണ സമയത്ത് ഓട്ട എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ടോ. ആൻഡ് എനിക്ക് ഇതിൽ പറയുന്നതിന് മുമ്പ് ആദ്യം ഇത് പറയണം തോന്നിയത്, അത് ജയറാമേട്ടന്റെ കഥാപാത്രം ഇത് കണ്ടപ്പോ ആക്ച്വലി ഇപ്പൊ ഗെയിം ചേഞ്ചറിലൊക്കെ പുള്ളിനെ വെറുതെ ഒരു ജോക്കറായി കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ഇതിന്റെ ട്രെയിലർ ടീച്ചർ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ചെയ്തെന്നുള്ളത്. അത് കണ്ട സമയത്ത് ഞാൻ വീഡിയോയിൽ പറയും ചെയ്തിട്ടുണ്ട്, പുള്ളിനെ വീണ്ടും ഒരു ജോക്കറാക്കി മാറ്റുമോ കാർത്തിക് സുബ്ബരാജ്. എന്തിനാണ് ഇങ്ങനത്തെ കഥാപാത്രം? പുള്ളിക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞാൽ പണ്ട് പുള്ളി ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളൊക്കെ എന്ത് ഹെവിയാണ്. ഇപ്പോഴും അത് മലയാള സിനിമയിൽ സംസാരിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരാൾ എന്തോ വേഷം കിട്ടാത്ത പോലെ പോയിട്ട് എവിടെയെങ്കിലൊക്കെ തല വെക്കുക, അതൊക്കെ എന്തിനാണെന്ന് തോന്നിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ നല്ലതായിരിക്കുമല്ലോ, പ്രസന്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും ബോറാവുക, എസ്പെഷ്യലി ഗെയിം ചേഞ്ചറിലൊക്കെ. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ വെച്ചാൽ ഗെയിം ചേഞ്ചറേ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. അപ്പോ അമ്മാരി ഫ്ലോപ്പ് ആയിരുന്നു മൂവി. അപ്പൊ മൊത്തത്തിൽ അങ്ങനെയായിരുന്നു. രാംചരൺ വരെ അടി പോയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ. അപ്പൊ ഇവിടെ കാർത്തിക് സുബ്ബരാജ് പറഞ്ഞിരുന്നു, പുള്ളിന്റെ അത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതിൽ കണ്ടിട്ടുള്ള ചിരിയോ എന്റെ വേഷമോ കോലോ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ഒരു കിടിലൻ ഇമ്പോർട്ടന്റ് റോളാണ് പുള്ളി റെട്രോയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് കാർത്തിക് സുബ്ബരാജ് പറഞ്ഞിട്ടുള്ളത്. ജോജു ജോർജ് എന്നുള്ള പറയുണ്ടായി, ജയറാമേട്ടൻ അടിപൊളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ജോജു ജോർജിന്റെ കഥാപാത്രം വമ്പൻ കഥാപാത്രമാണെന്നാണ് കേൾക്കുന്നത്. പിന്നെ ഡാഡി കമ്മിങ് ഡാ എന്ന് പറയുന്നത് ഒരു ഡയലോഗിൽ പറഞ്ഞപ്പോ കുറെ ആളുകൾ പറഞ്ഞു സൂര്യയുടെ അച്ഛന്റെ കഥാപാത്രമായിരിക്കും ഒരു ചെയ്യുന്നത്. അതെനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ വില്ലൻ ഭാഗത്തുള്ളതോ അല്ലെങ്കിൽ ഇതിൽ വളരെ രസകരമായിട്ടുള്ള കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു കഥാപാത്രം അങ്ങനെയോ ആയിരിക്കാം. അല്ലാതെ സൂര്യയുടെ അച്ഛനായിട്ടൊന്നും ജോജു പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ കുറെ ആളുകൾ ഇപ്പൊ ആ രീതിയിൽ സംസാരിക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കിയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോ ജയറാമേട്ടന്റെ കഥാപാത്രം അദ്ദേഹം പറഞ്ഞ പോലെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഈ തെലുങ്കിലും തമിഴിലും കന്നഡയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കഥാപാത്രങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട് ഇപ്പോ പുറത്ത്, കേരളത്തിന് പുറത്ത്.
അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശംസയും അദ്ദേഹം പിടിച്ചു പറ്റുന്നുണ്ട്. ഇപ്പോൾ PS1 PS2 ഒക്കെ ആണെങ്കിലും അതിലൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുകയും തമിഴ്നാട്ടുകാരെ ഓഡിയോ ലോഞ്ചിലടക്കം പുള്ളി നല്ല രീതിയിലുള്ള സംസാരം മിമിക്രി ഒക്കെ ചെയ്ത് മലയാളത്തിന്റെ ഒരു പ്രധാന നടൻ എന്ന രീതിയിൽ അവിടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ജയറാമേട്ടൻ. അതും ജയറാമേട്ടനേക്കാൾ മുകളിൽ മലയാളത്തിൽ നമ്മൾ അംഗീകരിക്കുന്ന പല നടന്മാരും അത് പുറത്ത് ആ ഒരു റീച്ചും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എന്താ പറയാ സ്വീകരണം അവർക്ക് കിട്ടിയിട്ടില്ല. നല്ലൊരു വെൽക്കം കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് നടന്മാരുണ്ട്. പക്ഷെ ഇവിടെ ഒരു വാം വെൽക്കാണ് പുള്ളിക്കാരൻ എപ്പോഴും കിട്ടുന്നത്. നമ്മുടെ നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് എല്ലാം കാണുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള കഥാപാത്രമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ എന്ത് രസമാണ് കാണാൻ. ആ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന ഫ്രെയിമും നമ്മള ഫ്രെയിമിങ്ങിൽ തന്നെ നമുക്കൊരു ഭയങ്കര രസം ഫീൽ ചെയ്യുന്നത്. രസം ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഒരു വലിയ മൂവിയാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ വെൽക്കം 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 എന്ന് പറയുന്ന ഡയലോഗ് പറഞ്ഞ പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പുള്ളിയും ഇതിലൊരു മെയിൻ വില്ലൻ കഥാപാത്രം തന്നെയാണ് തോന്നുന്നു. ആ ഡയലോഗ് തന്നെ ട്രെയിലറിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അവിടെ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ഒരു കിടിലൻ ഫൈറ്റ് ആയിരിക്കും. അപ്പൊ എന്താ ഡയലോഗ് പറയുന്നത്, പടം ഫിലിം ഓടി എന്ത് ഡയലോഗ് പറയുന്നുണ്ടല്ലോ. എന്തായാലും അവിടെ ഒരു നല്ലൊരു ഫിലിം ഓടിക്കും എന്നതിൽ ഡൗട്ടൊന്നുമില്ല. പിന്നെ ഈ സൂര്യയുടെ ലുക്ക് അത് ഓഫ് കോഴ്സ് ഇതിൽ 2-3 ലുക്കിൽ വരുന്നുണ്ട്. അതായത് ഈ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ലുക്ക് ഒരു ഭയങ്കര രസമുള്ള കോട്ടൊക്കെ ഇട്ട വണ്ടിയും കാര്യങ്ങളും അങ്ങനെ ഇറക്കിയുള്ള താടിയൊക്കെ ആയിട്ടുള്ള ഒരു സാധനം. പിന്നെ ഇതേ ലുക്കിൽ തന്നെ ഇത്ര ദമ്മിൽ നടക്കാതെ നമ്മളൊരു ഗ്ലിംസ് കണ്ട സമയത്തുണ്ടല്ലോ വന്നിട്ട് ഇങ്ങനെ ഇപ്പൊ അവര് ഇതിന്റെ പ്രൊമോ ചെയ്യുന്ന മൊത്തം ഇതിന്റെ സിനിമോട്ടോഗ്രാഫർ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് അവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ വീഡിയോ വെച്ചിട്ടാണ്. നടന്നിങ്ങനെ വരുന്നു, കുറെ വില്ലന്മാർ അവിടെ നിൽക്കുന്നു, കൈ ഇങ്ങനെ കാണിക്കുന്നു, തോക്ക് കൊടുക്കുന്നു, തോക്ക് ഇങ്ങനെ പിടിക്കുന്നു. സൂര്യ മാത്രം ചെയ്ത ഒരു സ്പെഷ്യൽ സാധനം കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചിരിക്കണ ചിരി. അത് ബാക്കിയുള്ളത് ചെയ്യാൻ കഴിയില്ലല്ലോ. ഓൺലി സൂര്യ ക്യാൻ. ആ രീതിയിലൊരു സാധനം, ഒരു സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ് പുള്ളിക്കാരന്റെ. സോ ആ ഒരു സംഭവം പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലുക്കിലുള്ള ഒരു സംഗതി അതല്ലാതെ നമ്മൾ ജയിലിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു സംഭവം അത് ഭയങ്കര രസമായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ അല്ലാതെ പൂജ ഹെഗ്ഡെയുടെ കൂടെ ഉള്ള കുറച്ച് സംഭവങ്ങളൂടെ നല്ലതായിട്ട് നമുക്ക് കാണാം. ഇനി പൂജ ഹെഗ്ഡെയുടെ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ അവര് ഒരു മ്യൂട്ടായിട്ടുള്ള ക്യാരക്ടറാണ് അല്ലെ, സംസാരിക്കാൻ കഴിയാത്ത ഒരു ക്യാരക്ടറാണ്. പക്ഷേ ട്രെയിലർ നമ്മൾ കണ്ടു സംസാരിക്കുന്നുണ്ട്, ഡയലോഗ് പറയുന്നുണ്ട്. സോ ഒന്നുകിൽ അവർ ഡയലോഗ് പറഞ്ഞിരുന്ന അവര് എന്തോ കാരണവശാൽ അവരുടെ സംസാരശേഷി പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ വേറെന്തോ കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയാത്ത പോലെ അഭിനയിക്കുന്നതായിരിക്കാം. അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ വിഷ്വൽ നമ്മൾ കണ്ട സമയത്ത് അധികം സംസാരിക്കാത്ത കഥാപാത്രം എന്ന രീതിയിൽ നമ്മൾ ഒരു പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടതാവാം. ഇനി അതുമല്ലെങ്കിൽ പല ആളുകളും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്. അതായത് അവര് എന്താ നമ്മുടെ സൂര്യ ചതിക്കുകയാണ്, സുഹൃത്തുക്കളെ ചതിക്കുകയാണ്, പറ്റിക്കുകയാണ്. അങ്ങനെ അവരുടെ കഥാപാത്രത്തിലേക്ക് വന്ന് മിണ്ടാൻ പറ്റാത്തൊരു കഥാപാത്രം പോലെ അഭിനയിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് സൂര്യ ഞെട്ടുന്നു. ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു കേട്ടു. ക്ലീഷേ സാധനമാണെങ്കിൽ പോലും കാർത്തിക് സുബ്രാജിന്റെ കയ്യിലേക്ക് വരുമ്പോൾ പ്രതീക്ഷകൾ വളരെ 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 വലുതാണ്. എന്തായാലും റെട്രോ എന്ന് പറയുന്ന സിനിമ തുടരും വൻ ഹിറ്റായതിലെ ഒരു സന്തോഷവും ആ ഒരു ത്രില്ലിങ് സംഭവം ഇപ്പോഴും മനസ്സിന്ന് പോയിട്ടില്ല. സോ അതുപോലെ തന്നെ റെട്രോയിലേക്ക് വരുമ്പോഴും അതൊരു വലിയ വിജയമായി മാറട്ടെ, നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയാകട്ടെ എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. കമന്റ് ഇടാൻ മടിയുള്ള പല ആളുകളുണ്ട്, അത് ചെയ്യരുത്. വായിക്കാൻ എനിക്കൊരു സുഖം, എഴുതുമ്പോൾ നിങ്ങൾക്കൊരു സുഖം, പിന്നീട് പറയുമ്പോൾ എനിക്ക് അതിനൊക്കെ വലിയ സുഖം. സോ അടുത്ത വീഡിയോ കാണുന്നവരെ